ഹലോ ഡിയർ ഡി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അമ്മയുടെ പിറന്നാളിൻ്റെ വീഡിയോ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. അങ്ങനെ തിരക്ക് പിടിച്ച അടുക്കള പണിയിലായിരുന്നു. കൂട്ടാട്ടൻ നല്ല തേങ്ങച്ചിറകിലായിരുന്നു. ആദ്യമൊക്കെ ഒരുവിധം ജോലികളൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തായിരുന്നു. ഇപ്പൊക്കെ മടിയനായി കഴിഞ്ഞു. ഇവനാണ് എൻ്റെ വലങ്കൈ അച്ചു. എന്ത് പറഞ്ഞാലും എടുത്തു തന്നോളും. പ്ലേറ്റ് നേരെ എൻ്റെ നെഞ്ഞത്തോട്ട് ഇട്ടത് അത് അവൻ്റെ സന്തോഷം കണ്ടില്ല അവൻ്റെ മുഖത്ത്. പായസത്തിനുള്ള ഉരുളി എടുക്കാനാട്ടോ ഞാൻ അവനെ ഏൽപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ പിള്ളേരെല്ലാം അമ്പലത്തിൽ പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. എനിക്ക് അടുക്കളയിൽ ഡ്യൂട്ടി ആയ കാരണം ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല. അച്ചമ്മയും ഏട്ടനും കുട്ടികളൊക്കെ കൂടിയിട്ട് ഇരുന്നെല്ലാം കൂടെ അമ്പലത്തിൽ പോകാൻ നിൽക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ യോയോയും എന്നെ രണ്ട് ചീത്തൊക്കെ വിളിക്കുന്നുണ്ട്. അത് പോട്ടെ, പാവല്ലേ. അവർ ഇരുന്നെല്ലാം കൂടെ അമ്പലത്തിൽ അന്നദാനത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് അവർ വരുള്ളൂ. അപ്പോഴേക്കും ഞാൻ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ഒരുക്കണമല്ലോ. അങ്ങനെ അവർ പോയതിന് ശേഷം ഞാൻ പാലട വെക്കാനാട്ടോ നിന്നത്. ഞാൻ പഞ്ചസാര മെൽറ്റ് ചെയ്തിട്ടാണ് പാലട സെറ്റാക്കാറ്. പിന്നെ അവരവിടെ പോയിട്ട് സെൽഫിയൊക്കെ എടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് മിസ്സായില്ലേ, പോയില്ലല്ലോ. അങ്ങനെ കിച്ചൺ ടീമിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. അടുത്തത് വെസൽ ടീം കയറിയിട്ടുണ്ട്, ക്ലീനിങ്ങും പാത്രം കഴുകലൊക്കെ ആയിട്ട്. ഇതാണ് എൻ്റെ ചെറിയ പിറന്നാൾ സദ്യ. അത്യാവശ്യം പറ്റുന്ന പോലെയൊക്കെ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പോയത് ജ്വല്ലറിയിലേക്കാട്ടോ. എന്തെങ്കിലും അമ്മയ്ക്ക് ചെറിയൊരു ഗോൾഡ് എന്തെങ്കിലും എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അങ്ങനെ ഞങ്ങളൊരു മോതിരം എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നീട് പോയത് കേക്ക് മേടിക്കാൻ ബേക്കറിയിലേക്കായിരുന്നു. തലേ ദിവസം തന്നെ ഏട്ടനും ചേച്ചിയും കൂടി വന്നിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മയുടെ 70ാം പിറന്നാളിൻ്റെ കേക്കൊക്കെ വാങ്ങി വീട്ടിലെത്തി. അച്ഛമ്മയും പേരക്കുട്ടികളൊക്കെ കൂടിയിട്ട് കേക്ക് മുറിക്കലും അങ്ങോട്ട് കൊടുക്കലും ഇങ്ങോട്ട് കൊടുക്കലും ആകെ തിക്കും ബഹളമൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആ ഗോൾഡ് എടുത്തിട്ട് വന്നു. ഏട്ടൻ്റെ കാര്യം ചെറുതായിട്ടൊന്ന് മറന്നു തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ അത് കൊടുത്തപ്പോൾ അമ്മ ഭയങ്കര സർപ്രൈസ്ഡ് ആയി പോയിട്ടോ. കാരണം അമ്മ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല മോതിരം കൊടുക്കും എന്നുള്ളത്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അത് അമ്മ മോതിരിട്ട് കണ്ടിട്ടൊന്നുമില്ല, ഞാൻ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ സദ്യയിലേക്കാണ് പോയത്. വിളക്കൊക്കെ വെച്ച് വിളമ്പുള്ള പ്ലാനിങ് ഒന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അമ്മ പറഞ്ഞു അങ്ങനെ ചെയ്യണം എന്ന്. അപ്പോൾ പിന്നെ നമ്മുടെ സന്തോഷമല്ലേ. അങ്ങനെ വിളക്കത്ത് വിളമ്പി. ഒരുവിധം പിറന്നാളൊക്കെ ഞങ്ങളിങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ അമ്മയുടെ അങ്ങനെ ചെയ്യാൻ പറ്റാറില്ല. അമ്മ പണിക്ക് പോവുക ചെയ്യാറ്. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് പിറന്നാൾ വളരെ സന്തോഷത്തോടെ ആഘോഷിച്ചു. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ബൈ.